പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ മക്കളെ, ഈ അടയാളം കാണിക്കുന്നതും അത്ഭുതങ്ങൾ സംഭവിക്കുന്നതും ദൈവമഹത്വവും സാത്താൻ്റെ ഇരിപ്പിടം തകർന്നു പോകുന്നതും എല്ലാം ഇൻ്റർകണക്റ്റഡ് ആണ്. ഒരേ പ്രബന്ധത്തിൻ്റെ 3 അനുഭവങ്ങളാണ് അടയാളം കാണിക്കുന്നത്. ഇപ്പം നിങ്ങളുടെ എന്താ വിഷയം എന്ന് പറയുന്നത്, നിങ്ങൾ ഇവിടെ ഉടമ്പടി ചെയ്യുമ്പോൾ പറയണത് ഞങ്ങൾക്ക് ജോലി കിട്ടി, വീട് കിട്ടി, അതുപോലെ രോഗങ്ങൾ മാറി എന്നൊക്കെയാണ് പറയണത്. പക്ഷേ എന്താ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം അത് അങ്ങനെയല്ല. അത് ദൈവത്തെ സംബന്ധിച്ചിടത്തോളം അടയാളമാണ്. അടയാളത്തിൽ ലക്ഷ്യം എന്താണ്? അടയാളം സംഭവിക്കണം എപ്പോഴും യേശുവിൻ്റെ നാമത്തിലാണ്. അടയാളം അതായത് ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ് 10:17 ലൂക്കാന്റെ സുവിശേഷം. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ലൂക്ക 10:17. 72 പേരും സന്തോഷത്തോടെ തിരിച്ചു വന്ന് പറഞ്ഞു, കർത്താവേ, നിന്റെ നാമത്തിൽ പിശാചുക്കൾ പോലും ഞങ്ങൾക്ക് കീഴ്പ്പെടുന്നു. അപ്പോൾ തിന്മയുടെ ശക്തികളെ ക്രിസ്തുനാമത്തിന് കീഴ്പ്പെടുമ്പോഴാണ് അടയാളങ്ങൾ കണ്ടു തുടങ്ങുന്നത്. ദാറ്റ് മീൻസ് നിങ്ങൾക്കൊരു അത്ഭുതം കിട്ടിയെന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങളിലുള്ള തിന്മയുടെ ശക്തി പുറന്തള്ളപ്പെട്ടെന്നാണ്. ഇത് വളരെ സീരിയസ് വിഷയമാണ്. നിങ്ങൾക്കൊരു അടയാളം കിട്ടിയെന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ? നിങ്ങളിലുള്ള പല തിന്മയുടെ ശക്തികളും ഈ സുവിശേഷ വഴികളിൽ നിങ്ങൾ പുറത്താക്കി. തിന്മയുടെ ശക്തികൾ പുറന്തള്ളപ്പെട്ടാൽ അടയാളങ്ങൾ കണ്ടു തുടങ്ങും. ഇത് തമ്മിൽ അതാണ് ഞാൻ പറയുന്നത്, ഒരേ പ്രവർത്തനമാണ്, 3 ഫലങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അതായത് അടയാളം, അത്ഭുതം, അതേസമയം തന്നെ ദൈവനാമത്തിൻ്റെ മഹത്വം, അതേസമയം തന്നെ തിന്മയുടെ ശക്തി പുറന്തള്ളപ്പെടുന്നത്. അതുകൊണ്ട് എൻ്റെ മക്കളെ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ഉടമ്പടി എടുക്കുമ്പോൾ തിന്മയുടെ ശക്തിയെ അഡ്രസ്സ് ചെയ്യാൻ നോക്കണം. തിന്മയുടെ ശക്തി പുറത്തായാൽ അപ്പം തന്നെ ദൈവനാമം മഹത്വപ്പെടും, അപ്പം തന്നെ അടയാളം കണ്ടു തുടങ്ങും. അല്പം അത്ഭുതങ്ങളും ഇതും തമ്മിൽ ഇൻ്റർകണക്റ്റഡ് ആണ്. അതുകൊണ്ട് ഉടമ്പടിയുടെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് എന്താണ്? ദൈവനാമത്തെ മഹത്വപ്പെടുത്തണമേ, തിന്മയുടെ ശക്തികളെ അങ്ങ് പുറത്താക്കണമേ. അപ്പം നമ്മളിൽ തന്നെ എന്തുമാത്രം തിന്മയുടെ ശക്തി ഉണ്ടാവും? എന്തുമാത്രം തിന്മകളുടെ, അതേ സ്നേഹത്തിനെതിരായ എല്ലാ ശക്തികളും തിന്മയുടെ ശക്തികളാണ്. സ്നേഹത്തിനെതിരായ എല്ലാ ശക്തികളും തിന്മകളുടെ ശക്തികളാണ്. ഇത് പുറന്തള്ളേണ്ടതാണ്. നമുക്കറിയാം, ഛർദി എന്ന് പറഞ്ഞ സാധനം എന്താണ്? അത് പുറന്തള്ളേണ്ടതാണ്. അത് ഫോറിൻ മാറ്ററാണ്. ആത്മീയ മനുഷ്യനെന്ന് ബൈബിൾ പറയും. ആത്മീയ മനുഷ്യൻ എപ്പോഴും തിന്മയുടെ ശക്തിയെ പുറന്തള്ളുന്ന അനുസരിച്ച് കൊണ്ടാണ് ഇവൻ ആത്മീയ മനുഷ്യനായിട്ട് വളരണത്. അല്ലെങ്കിൽ ഇവൻ ജഡിക മനുഷ്യനായിട്ട് നിലനിൽക്കും. ആത്മീയ മനുഷ്യനെക്കുറിച്ച് സെന്റ് പോൾ പറയുന്നുണ്ട്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. 1 കൊരിന്തോസ് 2:14. ലൗകിക മനുഷ്യന് ദൈവാത്മാവിന്റെ ദാനങ്ങൾ ഭോഷത്വമാകയാൽ അവനത് സ്വീകരിക്കുന്നില്ല. ഈ ദാനങ്ങൾ ആത്മീയമായി വിവേചിക്കപ്പെടേണ്ടവയാകയാൽ അവ ഗ്രഹിക്കാനും അവന് സാധിക്കുന്നില്ല. ഇപ്പം നമ്മൾ കണ്ടത് ഇതാണ്. ഒരേ സമയം, അതായത് അടയാളങ്ങൾ കാണുമ്പോഴാണ്, അടയാളങ്ങളാണ് അവസാനം കാണുന്നത്. അതൊക്കെ മുമ്പ് സംഭവിക്കണത് എന്താണ്? ദൈവനാമം മഹത്വപ്പെട്ടിരിക്കും. അതൊക്കെ മുമ്പ് സംഭവിക്കണത് എന്താണ്? തിന്മ പുറന്തള്ളപ്പെട്ടിരിക്കും. യോഹന്നാൻ്റെ സുവിശേഷം 12:31. യോഹന്നാൻ 12:31. ഇപ്പോഴാണ് ഈ ലോകത്തിൻ്റെ ന്യായവിധി. ഇപ്പോൾ ഈ ലോകത്തിൻ്റെ അധികാരി പുറന്തള്ളപ്പെടും. പ്രൈസ് ലോർഡ്. അതായത് ഇതിനു മുമ്പ് സംഭവിക്കേണ്ട കാര്യമുണ്ട്. അതായത് ഇത് 12:31 യോഹന്നാൻ്റെ സുവിശേഷം 12:31. അതിന് മുമ്പ് ഗ്രീക്കുകാർ യേശുവിനെ കാണാൻ നേരത്തെ 12:27 എടുത്തേ. 12:27. യോഹന്നാൻ 12:27. ഇപ്പോൾ എൻ്റെ ആത്മാവ് അസ്വസ്ഥമായിരിക്കുന്നു. ഞാൻ എന്ത് പറയേണ്ടു? പിതാവേ, ഈ മണിക്കൂറിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. അല്ല, ഇതിനു വേണ്ടിയാണല്ലോ ഈ മണിക്കൂറിലേക്ക് ഞാൻ വന്നത്. അതായത് സാത്താനെ പുറന്തള്ളുന്ന ആത്യന്തിക നടപടിയായ പാപത്തിന് പരിഹാരം ചെയ്യുന്ന കുരിശുമരണം വന്ന ഈ മണിക്കൂറിനെ കുറിച്ച് ഞാൻ കർത്താവ് പറയണത്. ഈ മണിക്കൂറിന് വേണ്ടിയാണല്ലോ ഞാൻ വന്നത്. അടുത്ത വാക്ക് എന്താണ്? 12:28. പിതാവേ, അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. കൈയടിച്ച് കർത്താവ് വലിയ വചന വെളിപാടിന് നന്ദി പറയുന്നു. അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, നല്ല വീര്യപ്രവൃത്തികൾ കണ്ടിടട്ടെ. അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, നല്ല വീര്യപ്രവൃത്തികൾ കണ്ടിടട്ടെ. നീ
പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അതായത് ഇവിടെ കുറേ പ്രതീകങ്ങൾ വരുന്നുണ്ട്. ഈ തിന്മയുടെ ശക്തി പുറന്തള്ളപ്പെടുമ്പോൾ സംഭവിക്കുന്നത് അത് ബൈബിൾ പ്രഖ്യാപിക്കുന്ന ഇടിമിന്നൽ എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇടിമിന്നലിനെ കുറിച്ച് ഉടനെ പറയും ഈശോ. അതറിയണമെങ്കിൽ അപ്പോസ്തലന്മാർ വന്ന് പറയുമ്പോൾ നമ്മൾ നോക്കിയാൽ മതി. അതായത് യോഹന്നാൻ 12:29 ശ്രുതികട്ടെ ഹല്ലേലൂയ. അവിടെ നിന്നിരുന്ന ജനക്കൂട്ടം ഇത് കേട്ടിട്ട് ഇടിമുഴക്കമുണ്ടായി എന്ന് പറഞ്ഞു. ഏത് കേട്ടിട്ടാണ് പറഞ്ഞിരിക്കുന്നത്? പിതാവേ, അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. അപ്പോൾ പിതാവിൻ്റെ സ്വരമുണ്ടായി, ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു, ഇനി മഹത്വപ്പെടുത്തും എന്ന് വെച്ച് കഴിഞ്ഞാൽ അർത്ഥം എന്താണ്? തിന്മയുടെ ശക്തിമേലെ നിനക്ക് അധികാരം കൊടുക്കുകയാണ്. അതായത് നീ ബലിയർപ്പിച്ചാൽ, നീ പാപത്തിന് പരിഹാരം ചെയ്താൽ, നീ കുരിശിന് മരിച്ചാൽ, ഈ കുരിശ് മരണം ഞാൻ ഏറ്റെടുത്തിട്ട് അത് പരിഹാരമായി സ്വീകരിച്ചിട്ട് ലോകത്തിൽ നിന്ന് പാപത്തിൻ്റെ മേലെ അധികാരം നൽകിക്കൊണ്ട് സാത്താനെ ഞാൻ പുറന്തള്ളും. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 യേശുവേ സ്തുതി, ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിടുതലിൻ ആത്മാവേ നിറയണമേ, അഗ്നിതൻ അഭിഷേകമായി പടരണമേ. വിടുതലിൻ ആത്മാവേ നിറയണമേ, അഗ്നിതൻ അഭിഷേകമായി പടരണമേ. പാപമെല്ലാം ചാമ്പലാക്കണമേ, കൃപയാൽ ജ്വലിപ്പിക്കണേ. പാപമെല്ലാം ചാമ്പലാക്കണമേ, കൃപയാൽ ജ്വലിപ്പിക്കണേ. ഓ അഗ്നി അഭിഷേകമേ, ഓ അഗ്നി അഭിഷേകമേ, കാറ്റായി വീശണമേ, തീ കാറ്റായി വീശണമേ. ഓ അഗ്നി അഭിഷേകമേ, ഓ അഗ്നി അഭിഷേകമേ, കാറ്റായി വീശണമേ, തീ കാറ്റായി വീശണമേ. നമുക്ക് തിരിച്ചു വരാം. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ഇന്ന് വരെ കേട്ട ടൈം ഷോർട്ടനിങ്ങിനേക്കാളും, നമ്മൾ ഇന്ന് വരെ കേട്ട ലൈറ്റ് വെയ്റ്റനിങ്ങിനേക്കാളും അതിൻ്റെ മദർ ഗ്രേസാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വെച്ചാൽ അതിനൊക്കെ കാരണമാക്കുന്ന കാരണങ്ങളുണ്ട്. എന്താണ്? 3 പ്രോസസ്സാണ്. ഒരേ സമയം തന്നെ അടയാളം കാണിക്കണമെന്ന് മുമ്പ് എന്താ സംഭവിക്കേണ്ടത്? ദൈവനാമം മഹത്വപ്പെട്ടിരണം. ദൈവനാമം മഹത്വപ്പെടുമ്പോൾ എന്താ സംഭവിക്കേണ്ടത്? തിന്മയുടെ ശക്തി പുറന്തള്ളപ്പെടണം. അപ്പോഴേ ഉടമ്പടി എടുക്കുന്ന ഓരോ വ്യക്തികളും എന്നാണോ നിൻ്റെ ജീവിതത്തിൽ നിന്ന്, നിൻ്റെ സ്വഭാവത്തിൽ നിന്ന് തിന്മയുടെ ശക്തികൾ ഓരോന്നായി മാറ്റപ്പെടുന്നുവോ പുറന്തള്ളപ്പെടുന്നുവോ അന്നെല്ലാം ദൈവത്തെ നാം മഹത്വപ്പെടുകയും അതെല്ലാം അടയാളം കാണുകയും ചെയ്യും. അങ്ങനെയാണ് ടൈം ഷോർട്ട് ചെയ്യണത്. ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 യേശുവേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ അഗ്നി അഭിഷേകമേ, ഓ അഗ്നി അഭിഷേകമേ, കാറ്റായി വീശണമേ, തീ കാറ്റായി വീശണമേ. ഓ അഗ്നി അഭിഷേകമേ, ഓ അഗ്നി അഭിഷേകമേ, കാറ്റായി വീശണമേ, തീ കാറ്റായി വീശണമേ. അപ്പം ഈശോയുടെ പ്രാർത്ഥന എന്താ? മർമ്മത്ത് കൊള്ളണ പ്രാർത്ഥനയാണ്. നമ്മുടെ പ്രാർത്ഥന എന്തായിരിക്കണം? മർമ്മത്ത് കൊള്ളണം. നാം മർമ്മത്ത് കൊള്ളണില്ലല്ല, അവിടെ ഇവിടെ അടിക്കല്ലേ. മർമ്മത്ത് കൊള്ളണ പ്രാർത്ഥന എന്താ ഈശോ പ്രാർത്ഥിച്ചിരിക്കണം നോക്കിയേ എന്ന് നമ്മൾ കണ്ടതല്ലേ? പിതാവേ 28 എടുത്ത് 12-28 യോഹന്നാൻ. പിതാവേ, അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. വെരി സിമ്പിൾ. ഈ സാധനത്തിന് എലാബറേറ്റഡ് ഫോമാണ് സ്വർഗസ്ഥനായ പിതാവ്. മനസ്സിലായില്ലേ? ഇത് അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തലേ ഉള്ളൂ സംഭവം. ഈ സംഭവത്തിൻ്റെ എലാബറേറ്റഡ് ഫോമാണ് അവർ ഫാദർ ഇൻ ഹെവൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ആ സാധനത്തെ എലാബറേറ്റഡ് ഫോം. അപ്പോൾ നിങ്ങൾ ഓർക്കണം, ഇതൊരു ഭൂതോച്ചാടന, തിന്മയുടെ ശക്തികളെ ആട്ടിപ്പുറത്താക്കുന്ന, വ്യക്തിയെ വിശുദ്ധീകരിക്കുന്ന, ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന, അടയാളം കാണിക്കുന്ന പ്രാർത്ഥനയാണ്. കൈയിട്ടിച്ച് കർത്താവ് അഭിഷേകമേ, ഓ അഗ്നി അഭിഷേകമേ, കാറ്റായി വീശണമേ, തീ കാറ്റായി വീശണമേ. ഓ അഗ്നി അഭിഷേകമേ, ഓ അഗ്നി അഭിഷേകമേ, കാറ്റായി വീശണമേ,
കാറ്റായി വീശണമേ. അതിൻ്റെ പരിണിത ഫലം എന്താണ്? ഈ തിന്മയെ ഉപേക്ഷിക്കുമ്പോൾ, സാത്താൻ പുറന്തള്ളപ്പെടുമ്പോൾ, ദൈവം മഹത്വപ്പെടുമ്പോൾ, തിന്മയെ ഉപേക്ഷിക്കുമ്പോൾ, ദൈവം മഹത്വപ്പെടുമ്പോൾ അതിൻ്റെ പരിണിത ഫലം എന്താണ്? അതാണ് യോഹന്നാന്റെ സുവിശേഷം 12:31. യോഹന്നാൻ 12:31. യോഹന്നാൻ 12:31. ഇപ്പോഴാണ് ഈ ലോകത്തിന്റെ ന്യായവിധി. പ്രൈസ് ദി ലോർഡ്. ഏറ്റു പറഞ്ഞേ, ഇപ്പോഴാണ് ഈ ലോകത്തിന്റെ ന്യായവിധി. ഇപ്പോൾ ഈ ലോകത്തിന്റെ അധികാരി പുറന്തള്ളപ്പെടും. പ്രൈസ് ദി ലോർഡ്. ഇത് വല്ലാത്തൊരു പറച്ചിലാണ്. കർത്താവ് പണ്ട് പറഞ്ഞിട്ടുണ്ട് 14:18. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. യോഹന്നാൻ 14:17. ഈ സത്യാത്മാവിനെ സ്വീകരിക്കാൻ, ഈ സത്യാത്മാവിനെ സ്വീകരിക്കാൻ ലോകത്തിന് പറ്റത്തില്ല. ഏത് ലോകത്തിന്? ആഫ്രിക്കയ്ക്ക്, അമേരിക്കയ്ക്ക്, അതൊന്നുമല്ല, നമ്മളിലുള്ള ലോകാരൂപിക്ക്. മനസ്സിലായില്ലേ? 8:14 എടുത്ത് ശ്രുതികടെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. റോമ 8:14. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം, ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിന്റെ പുത്രന്മാരാണ്. ക്ലിയർ ആയില്ലേ? എന്താ പറഞ്ഞിരിക്കുന്ന വചനം? ദൈവാത്മാവിനാൽ പറഞ്ഞേ, ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിന്റെ പുത്രന്മാരാണ്. പക്ഷേ ലോകാത്മാവിനാൽ നയിക്കപ്പെട്ടാലാ നമ്മൾ ലോകത്തിൻ്റെ പുത്രന്മാരാകും. നമ്മൾ ലോകത്തിൻ്റെ ആത്മാവിനാലാണ് നയിക്കപ്പെടുമെന്ന് വിചാരിച്ചോ? അപ്പോൾ ആരായി നമ്മൾ മാറും? നമ്മൾ ലോകത്തിൻ്റെ പുത്രന്മാരാകും. അത് ഷാഡോ വേർഡ് തിരിച്ചിടുമ്പോൾ അങ്ങനെയാണ് വരണത്. ലോകത്തിൻ്റെ പുത്രന്മാരാണ്. ആരാണ് ഈ ലോകത്തിൻ്റെ പുത്രന്മാരിൽ നിന്ന്? ഈ ലോകം പുറന്തള്ളപ്പെടണം. അതാണ് ഈശോ പറഞ്ഞിരിക്കുന്നത്. തിന്മയുടെ ശക്തി പുറന്തള്ളപ്പെടുമ്പോൾ ലോകത്തിൻ്റെ അധികാരം നമ്മളിൽ നിന്ന് പുറന്തള്ളപ്പെടണം. ലോകത്തിൻ്റെ അധികാരി, ഇപ്പം ഞാൻ ഉദാഹരണം പറയാം, ലോകത്തിൻ്റെ അധികാരിയെക്കുറിച്ച് പറയാം. ഇപ്പം നിങ്ങൾക്ക് ഞാൻ ഇടയ്ക്ക് പറയുന്ന ഉദാഹരണമാണ്. ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ 3 മക്കൾ, ക്ലിയർ അല്ലേ? 3 മക്കൾ. അപ്പോൾ അതിനകത്ത് മൂത്ത മകൻ താമസിക്കുന്ന, അവൻ കല്യാണം കഴിച്ചു. അപ്പോൾ അപ്പനോട് പറഞ്ഞ്, എനിക്ക് 10 സെൻറ്റ് സ്ഥലമേ ഉള്ളൂ. അപ്പനോട് പറഞ്ഞ് എനിക്ക് വീട് വെക്കാൻ സ്ഥലം തന്നെ, 3 സെൻറ്റ് സ്ഥലം. അപ്പോൾ 3 സെൻറ്റ് സ്ഥലത്തിന് അവൻ ഓഹരി അവകാശമുള്ളതാണ്. പക്ഷേ അപ്പം പറഞ്ഞ് ഇളയവളെ കെട്ടിക്കാനില്ലേ, 3 മക്കളില്ലേ, അനിയനുണ്ട്, ഇനി ഇളയവളെ കെട്ടിക്കാനുണ്ട്. അപ്പോൾ ഇളയവളെ കല്യാണം കഴിഞ്ഞ് നിനക്ക് തരാമെന്ന് പറയാം. അപ്പോൾ ഇപ്പം പോയി ചിറ്റവന്മാരെ കണ്ട് വട്ടീസൊക്കെ വാങ്ങിച്ചു കൊടുക്കും. ചിറ്റവന്മാർക്കും എല്ലാവർക്കും കള്ളൊക്കെ വാങ്ങിച്ചു കൊടുത്ത് അപ്പോൾ അവരെ സെറ്റാക്കിയിട്ട് അവർ ചിറ്റപ്പന്മാർ വന്ന് പറയും, ചേട്ടനോട് പറയും, ചേട്ടാ എന്താ പരിപാടിയാണ്, അവന് ലോൺ കിട്ടണ്ടേ, അവന് സാലറി സർട്ടിഫിക്കറ്റ്, ഇപ്പോൾ അവൻ പഠിച്ച് ജോലി വാങ്ങിച്ചു, ഇനി അവന് ഒരു സാലറി സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ അവന് ലോൺ കിട്ടണ്ടേ. അപ്പോൾ ലോൺ കിട്ടണമെങ്കിൽ അവൻ്റെ പേര് സ്ഥലം വേണ്ടേ, ചേട്ടൻ അങ്ങനെ എഴുതി കൊടുക്കാൻ പറയും. അപ്പോൾ എല്ലാവരും വളഞ്ഞു വെച്ച് ഈ മനുഷ്യനെ ആക്രമിക്കണ കാരണം അത് എഴുതി കൊടുത്തു. എത്ര സെൻറ്റ് കൊടുത്ത്? 3 സെൻറ്റ് കൊടുത്തു. ഒക്കെ ക്ലിയർ, കുഴപ്പമില്ല. അപ്പോൾ അവന് തറക്കല്ലിട്ട് പെര വെച്ചു കഴിഞ്ഞപ്പോൾ ആ 3 സെൻറ്റിൻ്റെ അരികിൽ അവൻ പെര വെച്ചു. വല്ല കുഴപ്പമുണ്ടായി അതിൻ്റെ അകത്തെ? ഒരു കുഴപ്പമില്ല. പക്ഷെ ഒരു കുഴപ്പമുണ്ട്. എന്താ കാര്യം? ഈ പന്നി പുറത്തോട്ടിറങ്ങാൻ എങ്ങോട്ടോ ഇറങ്ങും. അവനെ 3 സെൻറ്റ് അരികിലാണ്. അവന് ബാക്കി സ്ഥലം ബാക്കിലിട്ടിരിക്കുകയാണ്. അവന് കഴുകാനും എടുക്കാനും മറ്റ് സംഭവത്തിൽ. ഇവൻ്റെ ഈ സ്ഥലം ഇവിടെ വന്നിരിക്കുന്നത് ഈ 3 സെൻറ്റിൻ്റെ ഫ്രണ്ടിലാണ്. അതായത് നമ്മൾ മുമ്പോട്ട് ഇറങ്ങി പുറത്തോട്ട് ഇറങ്ങി പോകുന്നതിൻ്റെ അരികിൽ കൊണ്ട് വന്നിരിക്കുകയാണ്. ഇവനെങ്ങോട്ട് പുറത്തോട്ട് ഇറങ്ങും, ഇങ്ങോട്ട് ഇറങ്ങാൻ പറ്റത്തുള്ളൂ. ആ സ്ഥലം ആരെടുക്കുമോ? അനിയൻ്റെ സ്ഥലമാണത്. അതാരെടുക്കും? അത് ഇവൻ്റെ കസ്റ്റഡിയിൽ കൊടുക്കാതെ തന്നെ ഇവന് കിട്ടും. എന്താ കാര്യം? ഇവന് ഇറങ്ങാനുള്ള സ്ഥലമല്ലേ, അവന് മുളകുണക്കാനും മീനുണക്കാനും ഒക്കെ ഉള്ള സ്ഥലമായിട്ട് മാറ്റും. ആരുടെ സ്ഥലമാണത്? തന്ത്രപൂർവ്വം അനിയൻ്റെ സ്ഥലം അടിച്ചു മാറ്റിക്കണവൻ. അവന് വേണമെങ്കിൽ, അവന് മര്യാദ ഉണ്ടെങ്കിൽ അവന് ഇറക്കി വീട് വെക്കാം. അപ്പോൾ അനിയന് ആ സ്ഥലം വേറെ ഒരു വീട് വെക്കാൻ പറ്റും. അനിയനെ കൊണ്ട് അവനെ വീട് വെപ്പിക്കാതിരിക്കാൻ വേണ്ടി അരിയിൽ കൊണ്ടുവന്ന് അനിയൻ്റെ സ്ഥലം എന്നാൽ കൈകേറിയിട്ടില്ല. പക്ഷേ അനിയനെ അവിടെ വീട് വെക്കാൻ പറ്റുമോ? വീട് വെക്കാൻ പറ്റത്തില്ല. ഇതുപോലെ അമുക്കിക്കളയും. ഇതിനാണ് ലോകാരൂപി എന്ന് പറയണത്. മനസ്സിലായില്ലേ? ഈ ലോകാരൂപി സഹോദര സ്നേഹമില്ലാത്ത, സഹോദരനെ വഞ്ചിക്കുന്ന, വീട്ടിൽ നിർത്തി തന്നെ അവനെ പൊളിക്കുന്ന സംഭവമില്ല, ജീവനോടെ പൊളിക്കുന്ന. ഈ പശു അറവക്കാർ ചെയ്യണത് ചത്ത് കഴിഞ്ഞാൽ പശുവിനെ പൊളിക്കത്തുള്ളൂ. ചില അറവക്കാർ വീട്ടിൽ നിർത്തി ജീവനോടെ അനിയന്മാരെ പൊളിക്കും, അല്ലെങ്കിൽ ചേട്ടന്മാരെ പൊളിക്കും. ഇതിനാണ് ലോകാരൂപി എന്ന് പറയണത്. ഈ ലോകാരൂപിയെ പുറന്തല്ലാതെ നിന്റെ ഉടമ്പടി വേഗത്തില്ല. ദൈവ പൈതലേ സ്തുതിക്കട്ടെ. ദൈവാത്മാവിനാൽ നയിക്കപ്പെട്ട് ഉടമ്പടി നിബന്ധനകൾ പാലിച്ചു മുന്നേറുവാൻ ഞങ്ങളുടെ ദൈവസ്നേഹത്താൽ ശുദ്ധാത്മാവേ വന്നെന്നുള്ളിൽ വാസം ചെയ്യണേ, സത്യാത്മാവേ നിത്യതയിൽ എത്തുവോളം ജീവനുതുക ജീവദായക, ജീവനുതുക ജീവദായക, ജീവനാളമായി എരിഞ്ഞു തീരുവാൻ, ജീവനാളമായി എരിഞ്ഞു തീരുവാൻ. പരിശുദ്ധ
പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇത് രക്ഷയുടെ സുവിശേഷമാണ് മകനെ, മകളെ. നീ എന്ന് നിന്റെ ലോകാരൂപിയെ ഇതുപോലെ പുറന്തള്ളാൻ നീ തീരുമാനിക്കുന്നുവോ അന്ന് ദൈവത്തിന് നാമം മഹത്വപ്പെടുകയും അതുപോലെ തന്നെ അടയാളം നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യുമെന്നാണ് കർത്താവിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തുന്നത്. കൈയടിച്ച് കർത്താവ് ഹല്ലേലൂയ ഗീതം പാടാൻ ഒരുക്കിടണേ, കല്ലായുള്ള ഹൃദയങ്ങൾ ഒരുക്കിടണേ, ഹല്ലേലൂയ ഗീതം പാടാൻ ഒരുക്കിടണേ, ജീവനുരുക ജീവദായക ജീവനാളമായി എരിഞ്ഞു തീരുവാൻ. ഇടിമിന്നൽ പോലെ നിബന്ധിക്കുന്നതാണ് സാത്താൻ. പെട്ടെന്ന് സാത്താൻ നിബന്ധിക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാവോ? സാത്താൻ അടുത്ത കൊല്ലം പോയാൽ മതിയെങ്കിൽ കുഴപ്പമില്ല. പെട്ടെന്ന് സാത്താനെ കളയണമെങ്കിൽ ഇടിമിന്നൽ പോലെ. ലൂക്കാന്റെ സുവിശേഷം 10:18 ശ്രുതികട ഹല്ലേലൂയ. ലൂക്ക 10:18 അവൻ പറഞ്ഞു സാത്താൻ സ്വർഗത്തിൽ നിന്ന് ഇടിമിന്നൽ പോലെ നിബന്ധിക്കുന്നത് ഞാൻ കണ്ടു. അപ്പൊ സാത്താനെ വേണമെങ്കിൽ നാളെയും കളയാം, മറ്റന്നാളും കളയാം, അതുപോലെ തന്നെ അടുത്ത കൊല്ലവും കളയാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോൾ കളഞ്ഞാൽ മതി. പക്ഷേ ഇടിമിന്നൽ പോലെ കളയണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ ചെയ്യണ തിന്മകളെ പുറത്താക്കണത് അതിനൊരു സൂത്രപ്പണിയുണ്ട്. സാത്താനെ പെട്ടെന്ന് കളഞ്ഞ് പെട്ടെന്ന് ഉടമ്പടി അനുഭവമാക്കാൻ ഒരു സൂത്രപ്പണിയുണ്ട്. ഇടിമിന്നൽ എന്ന് പറയുന്നത് എന്താണ്? ക്ഷണനേരം കൊണ്ടായിരുന്നു ഇടിമിന്നൽ പെടയെന്ന് വരും അല്ലേ? ആ സ്വരമല്ല പ്രശ്നം, അതിൻ്റെ സമയമാണ് പ്രശ്നം. ഇടിമിന്നൽ പോലെ പ്രകാശത്തിനേക്കാൾ വേഗത്തിലായി സാധനം വരുന്നത്. അങ്ങനെ ഉടമ്പടി വേഗത്തിലാക്കണമെങ്കിൽ ഒരു സൂത്രപ്പണിയുണ്ട്. എന്താ അറിയാവോ? നിങ്ങൾ ഏത് തിന്മകളാണ് നിങ്ങൾ പുറത്താക്കാൻ ഉദ്ദേശിക്കുന്നത്? മദ്യപാനമോ മദ്യോത്സവമോ ആഭിചാരമോ വ്യഭിചാരമോ ഏത് തിന്മകളാണ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ആ തിന്മകൾക്ക് വേണ്ടി പരിഹാരം ചെയ്ത ക്രിസ്തുവിന്റെ നാമത്തിൽ ചെയ്യണം. അതാണ് 10:17. ശ്രുതികട്ടെ. ലൂക്കാ 10:17. Take the word of God. 72 പേരും സന്തോഷത്തോടെ തിരിച്ചു വന്ന് പറഞ്ഞു, കർത്താവേ നിന്റെ നാമത്തിൽ പിശാചുക്കൾ പോലും ഞങ്ങൾക്ക് കീഴ്പ്പെടുന്നു. തിന്മകളെ നിങ്ങൾ പുറത്താക്കുമ്പോൾ ഓർക്കുക, അത് ക്രിസ്തുവിന്റെ നാമത്തിൽ ചെയ്താൽ സാത്താൻ ഇടിമിന്നൽ പോലെ വീഴും, പെട്ടെന്ന് സ്പീഡാവും. നിങ്ങൾക്ക് വേണേ സഹോദരനല്ലേ, നമ്മുടെ സഹോദരനല്ലേ, നാളെയും കാണേണ്ടവരല്ലേ, നാട്ടുകാരല്ലേ, നാളെയും കാണേണ്ടവരല്ലേ എന്ന് പറയുമ്പോൾ അവൻ്റെ നാമത്തിലാവും. മനസ്സിലായില്ലേ? ഇതിനകത്ത് കളിയുണ്ട്, കളി പഠിക്കണം, അതിനെ പറ്റത്തില്ല. ഇപ്പോൾ സഹോദരനല്ലേ, നമ്മൾ ബന്ധുക്കാരാകാൻ പോകുകയല്ലേ, ഇപ്പോൾ അവൻ്റെ പെങ്ങളെ കെട്ടാൻ പോകുകയും നമ്മൾ ബന്ധുക്കാരാകാൻ പോണതല്ലേ, അതുകൊണ്ട് നമുക്ക് ക്ഷമിച്ചേക്കാം എന്ന് പറഞ്ഞാൽ ബന്ധുക്കളുടെ നാമത്തിലാവും. മനസ്സിലായ? അതാണ് പ്രശ്നം. നിങ്ങളത് ക്രിസ്തുവിന് എന്ത് നന്മ ചെയ്തിട്ട് കാര്യമില്ല. ഇവിടെ നന്മക്കൂടെ കുറവുണ്ടായത് കൊണ്ടല്ല ക്രിസ്തുവിന് ക്രൂശിക്കപ്പെടേണ്ടി വന്നത്. ഈ ക്രിസ്തുവിന് മുമ്പ് എന്തുമാത്രം നല്ല മനുഷ്യരുണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ നല്ല മനുഷ്യരാക്കാൻ വേണ്ടിയാണ് ക്രിസ്തു ക്രൂശിക്കപ്പെട്ടത്? നോ. ക്രിസ്തുവിന് മുമ്പല്ലേ നമ്മുടെ ശിബി രാജാവ് എത്ര മിടുക്കനായിരുന്നു അല്ലേ? ആ കഴുകന് വേണ്ടി അദ്ദേഹത്തിന് തൊടയില മാംസമാണ് കൊടുക്കുന്നത്. അത്രയും നല്ല മനുഷ്യർ ഇന്ത്യയിൽ ജീവിച്ചിരുന്നതാണ്. അത്രയും വലിയ രാജ്യത്താണ് നമ്മളിവിടെ ജീവിക്കുന്നത്. അതാണ് നമ്മുടെ പാരമ്പര്യം എന്ന് പറയുന്നത്. അപ്പോൾ നല്ല മനുഷ്യർക്ക് കുറവൊന്നുമില്ല. ക്രിസ്തുവിന് മുമ്പല്ലേ സോക്രട്ടീസ് ജീവിച്ചിരുന്നത്. സോക്രട്ടീസിന് എന്താ കുഴപ്പമുണ്ടായത്? മതം ഏതായാലും മനുഷ്യൻ നല്ലതായ മതിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്ത്യാനിക്ക് അത് ആപ്ലിക്കബിൾ അല്ല. കാര്യം ഇവിടെ നല്ല മനുഷ്യർ ഇല്ലാഞ്ഞിട്ടല്ല ക്രിസ്തു ക്രൂശിക്കപ്പെട്ടത്. ക്രിസ്തു ക്രൂശിക്കപ്പെട്ടത് ഞാനും നീയും പാപി ആയതുകൊണ്ടും നിത്യജീവൻ നഷ്ടപ്പെട്ടതുകൊണ്ടും പാപത്തിന് പരിഹാരം ചെയ്യാൻ അവന് മാത്രം അധികാരമുള്ളത് കൊണ്ടും അത് ആ അവകാശത്തിൽ അവനത് പരിഹാരം ചെയ്തപ്പോൾ ആ പരിഹാരത്തെ ദൈവം സ്വീകരിച്ചുകൊണ്ട് മരണത്തെ ജയിച്ച് അവൻ ഉയർത്തെന്നിപ്പിച്ചപ്പോൾ അവൻ്റെ ഉയർപ്പിൽ പങ്കാളിത്തം നമുക്ക് ലഭിക്കുമ്പോൾ, അവന് വിശ്വസിക്കുമ്പോൾ നമുക്ക് പങ്കാളിത്തം ലഭിക്കുമ്പോൾ, അവന് ഉയർപ്പിൽ പങ്കാളിത്തം ലഭിക്കുമ്പോൾ നമ്മൾ നിത്യമായി ജീവിക്കാൻ വേണ്ടിയാണ് ക്രിസ്തു ക്രൂശിക്കപ്പെട്ടത്. എന്റെ ദൈവ പൈതലെ, ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാൻ വേണ്ടി ഈ തിന്മകളെ ഉപേക്ഷിച്ചുകൊണ്ട് ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തെ ഏറ്റുപറഞ്ഞുകൊണ്ട് നിത്യജീവൻ പ്രാപിക്കാൻ ക്രിസ്തുവിന് വിശ്വസിക്കുന്നെങ്കിൽ ആ വിശ്വാസം തന്നെയാണ് സാത്താനെ പുറന്തള്ളുന്ന വിശ്വാസം. ആ വിശ്വാസം തന്നെയാണ് തിന്മകളിൽ നിന്ന് നന്മകളെ നയിക്കുന്നതെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്നത് ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിലാണ്. ദിശിത്ത വേണ്ടി പരമദിവ്യകാരുണ്യത്തിന് എന്റെ പ്രിയപ്പെട്ടവർ, നെയ്യപ്പം തിന്നാൽ അതുപോലെ തന്നെയാണ് ഈ തിന്മകളുടെ ശക്തികളെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പുറന്തള്ളുമ്പോൾ ആരുടെ നാമത്തിൽ? ക്രിസ്തുവിൻ്റെ നാമത്തിൽ. അപ്പോൾ എന്നാ സംഭവിക്കും? ദൈവം മഹത്വപ്പെടും. അപ്പോൾ എന്ത് സംഭവിക്കും? നമുക്ക് അടയാളം കിട്ടും. പക്ഷേ അടയാളം കിട്ടണ ഒരു കാര്യമല്ല, രണ്ട് കാര്യം കൊണ്ട് നടക്കുക. എന്താ സംഭവിക്കണത്? നിങ്ങൾ അടയാളം കണ്ടതുകൊണ്ടല്ല, മറിച്ച് നിങ്ങളുടെ പേരുകൾ, അതായത് 10, 20,
ലുക്കാന്റെ സുവിശേഷം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ലൂക്ക 10:20. എന്നാൽ പിശാചുക്കൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നു എന്നതിൽ നിങ്ങൾ സന്തോഷിക്കേണ്ട, മറിച്ച് നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്നതിൽ സന്തോഷിക്കുകയും. ഞങ്ങളെ ഓരോരുത്തരെയും അവിടുത്തെ തെരഞ്ഞെടുക്കപ്പെട്ട യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. യേശു കർത്താവ് ജീവിക്കുന്നു. അവിടെ ഇതിന്റെ ഒരു എക്വേഷൻ എന്താണ്? ഓരോ അടയാളങ്ങൾ ലഭിക്കുമ്പോഴും അതിനർത്ഥം എന്താണ്? ഓരോ സമയം ദൈവം മഹത്വപ്പെട്ടിട്ടുണ്ടെന്ന് അർത്ഥം. ഓരോ മഹത്വം പ്രാപിക്കുമ്പോഴും ഓരോ തിന്മകൾ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പിന്തള്ളപ്പെട്ടിരുന്ന അർത്ഥം. ഓരോ തിന്മകൾ പിന്തള്ളപ്പെടുകയും ഓരോ സമയം ദൈവം മഹത്വപ്പെടുകയും ഓരോ അടയാളം കാണിക്കുകയും ചെയ്യുമ്പോൾ അടയാളം മാത്രമല്ല കാണിക്കുന്നത്, നിങ്ങളുടെ പേരുകളെ സ്വർഗത്തിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന കൈയടിച്ച് സ്വർഗത്തിൽ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഇതാണ് ലോകത്തിൻ്റെ മേലുള്ള വിജയമെന്ന് പറയുന്നത്. അത് എങ്ങനെ കിട്ടണത്? വിശ്വാസത്തിൻ്റെ സാധ്യതയാണ്. അതാണ് 1 യോഹന്നാൻ 5:7. എന്തെന്നാൽ ദൈവത്തിൽ നിന്ന് ജനിച്ച ഏവനും ലോകത്തെ കീഴടക്കുന്നു. ലോകത്തിന്മേലുള്ള വിജയം ഇതാണ് നമ്മുടെ വിശ്വാസം. അപ്പൊ വിശ്വാസം മൂലമാണ് നമ്മള് ക്രിസ്തു നേടിയെടുത്ത കൃപയിൽ പങ്കാളിയാകുന്നത്. ക്രിസ്തു നേടിയെടുത്ത കൃപയിൽ പങ്കാളിയാകുമ്പോഴാണ് നമ്മൾക്ക് അടയാളം ലഭിക്കുന്നത്. അടയാളം ലഭിക്കുന്നവർ സംഭവിക്കുന്നത് എന്താണ്? അവർ ലോകത്തിൻ്റെ മേലെ വിജയം കൈവരിച്ചിരിക്കുന്നു. അപ്പോൾ ഒരേ സമയം തന്നെ ആത്മശക്തിയും അതേസമയം തന്നെ അടയാളവും നമുക്ക് ലഭിക്കുകയാണ് ഉടമ്പടിയിലൂടെ. അതായത് ഈ ലെവലിലായിക്കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ അഗസ്റ്റിൻ്റെ കാര്യം എടുക്കാം. അഗസ്റ്റിൻ എന്താ സംഭവിച്ചിരിക്കുന്നത്? അഗസ്റ്റിൻ 3 ദിവസം പ്രാർത്ഥിച്ചത് എന്താണ്? കർത്താവിനോട് പ്രാർത്ഥിച്ചത്, കർത്താവേ ഞാൻ ഈ ജയിലിൽ നിന്ന് ഇറങ്ങിപ്പോകും, സമയത്തിന് മുമ്പ് ഇറങ്ങിപ്പോകും. കാര്യം പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നുണ്ട്, നിനക്ക് ജാമ്യക്കാരും ഇല്ലെങ്കിലും, നിനക്ക് ജാമ്യം കിട്ടാൻ സാധ്യതയില്ലാത്ത സ്ഥലത്താണ് നീ കിടക്കണം, നിൻ്റെ കേസ് അങ്ങനെ കിടക്കണമെന്നുണ്ടെങ്കിലും ഞാൻ നിന്നെ ഈ ജയിലിൽ നിന്ന് ഇറക്കുമെന്ന് അഗസ്റ്റിനോട് ഈശോ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ അഗസ്റ്റിൻ പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? ഞാൻ ഇറങ്ങിപ്പോകുമ്പോൾ കർത്താവേ നിൻ്റെ ഭക്തി പ്രസ്ഥാനമാണല്ല നിന്നെ ഇവിടെ എത്തിച്ചതെന്ന് എന്നെ ആക്ഷേപിച്ചവൻ ഞാൻ ഇറങ്ങിപ്പോകുമ്പോൾ ജയിലിൻ്റെ വാതിക്കൽ ഉണ്ടാകണം, അവൻ എന്നെ കാണണം, അങ്ങനെ നിന്റെ നാമം മഹത്വപ്പെടണമെന്ന് കൈയിട്ടിച്ച് കർത്താവ്. ഇത് പ്രാർത്ഥിച്ച് തീരുമ്പോൾ ഒരു സംഭവം നടക്കും. ജയിലിൽ 3-ാം ദിവസം എന്താ സംഭവിച്ചതെന്ന് അറിയാമോ? ഈ ജയിൽ വാർഡനെ അവിടുന്ന് ആ വാർഡിൽ നിന്ന് മാറ്റും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അഗസ്റ്റിനെ വേറെ ഒരു ജയിലിൻ്റെ വാർഡിലേക്ക് കൊണ്ടുപോകും. ട്രാൻസ്ഫർ കിട്ടും, ജയിലിൽ ട്രാൻസ്ഫർ. നിങ്ങളവർക്കും പ്രാർത്ഥിക്കുമ്പോൾ ജയിലിൽ ട്രാൻസ്ഫർ കിട്ടും എന്ത് കാണിക്കാനാണ്? ജയിലിൽ നിന്ന് വേറെ ഒരു ജയിലിലേക്ക്. പക്ഷേ അവിടെ എന്നാ പറ്റുമെന്ന് വെച്ചാൽ അഗസ്റ്റിനെ അറിയുന്ന സ്നേഹം കാണിക്കുന്നൊരു വാർഡനെ കിട്ടും. അപ്പോൾ വാർഡനോട് ഇവൻ പറഞ്ഞ ഇത്രയേ ഉള്ളൂ, സാറേ എനിക്കൊരു ഉപകാരം ചെയ്യണം, മറ്റേ സൂപ്രണ്ട് എൻ്റെ ഉടമ്പടി കാശുരെ പിടിച്ചു വെച്ചിട്ടുണ്ട്. മറ്റേ സൂപ്രണ്ട് എൻ്റെ ഉടമ്പടി കൃപാസനം പത്രം മേടിച്ച് വെച്ചിട്ടുണ്ട്. മറ്റേ സൂപ്രണ്ട് എൻ്റെ പ്രാർത്ഥന മേടിച്ച് വെച്ചിട്ടുണ്ട്. ആ പ്രാർത്ഥനാ പുസ്തകം ഇങ്ങനെ തന്നാൽ ഞാനിവിടെ ഓക്കെ ആണെന്ന് പറയും. എന്താ കാര്യം? പ്രാർത്ഥനാ പുസ്തകം കിട്ടിയാൽ എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റും, പിന്നെ ഇവൻ്റെ ജയിലൊന്നും എനിക്ക് പ്രശ്നമല്ല. എൻ്റെ മക്കളെ ഇത് വേറെ ഒരു ലെവലാണ് ഈ സംഭവം. ഉടനെ ഈ സൂപ്രണ്ട് പോയി ആ പ്രാർത്ഥനാ പുസ്തകവും കൃപാസനം പത്രവും ഉടമ്പടി കാശുരവും കൊണ്ടുവന്ന് ഇവന് കൊടുക്കും. ഇവൻ ഉടനെ ഇവൻ്റെ സഹതടവുകാരുടെ കൂടെ ഈ സംഭവം പ്രാർത്ഥിക്കുകയും ഈ കൃപാസനം പത്രം വായിച്ച് ഇവരെ വിശദീകരിക്കുന്നതാണ് പുള്ളിയുടെ പരിപാടി. അന്നത്തെ മുഴുവൻ ഇവൻ്റെ കൂടെയുള്ള, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മുസ്ലിംസിലാണ്, ഒരു ക്രിസ്ത്യാനി കൂടിയുണ്ട്. ഇവർക്കെല്ലാം കൃപാസനം പത്രം വായിച്ച് കൊടുക്കുകയും മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യുന്നതാണ് ഇവൻ്റെ പരിപാടി. വേറെ ഒരു ആകുലതയുമില്ല. ബാക്കിയുള്ള ആകുലതയൊക്കെ കർത്താവിനെ ഏൽപ്പിച്ചിരിക്കുകയും ഒരു പ്രശ്നം പൊളിക്കില്ല. പക്ഷേ ഇത് കൊടുത്ത് ഇതുമായിട്ട് ജീവിക്കുമ്പോൾ അവർക്കറിയാം കാര്യം. ഈ അവിടെ എല്ലാം എല്ലാ ജയിലറയിലും മറ്റേ ക്യാമറ ഇരിപ്പുണ്ട്. അപ്പോൾ ഇവൻ രാത്രി 2 മണിക്കൊക്കെ മുട്ടയെന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് ഇതിനകത്ത്, ഈ ജയിലിൻ്റെ അകത്ത്. എനിക്ക് ജയിലിൻ്റെ പുറത്തായിരുന്നപ്പോഴേ ഉപവസിക്കാനൊന്നും അധികം പറ്റിയിട്ടില്ല. ഇപ്പം നല്ല സമയമാണ് എനിക്ക് തോന്നിയെന്ന്. ജയിലിലേ ഇപ്പോൾ ഉപവസിക്കാമെന്നല്ല. അപ്പോൾ ചോറും കൊണ്ട് വരുമ്പോൾ പറയും, സാറേ എനിക്കിന്ന് ഉപവാസമാണെന്ന് പറയും. ഒരാൾ വിശ്വാസം ജീവിക്കുന്ന രീതി കണ്ടില്ലേ? ഒരാൾ വിശ്വാസം ജീവിക്കുന്ന രീതിയാണ് നിൽക്കുന്നത്. അപ്പോൾ ആ മനുഷ്യനോട് ഉപവസിക്കുകയാണ്, ജയിലിൽ ഉപവസിക്കുകയാണ്. ഉപവസിച്ച് ഒരു ദിവസം അപ്പോഴേ അങ്ങനെ പുള്ളിയെ പ്രാർത്ഥിച്ചും
കൃപാസന പത്രം പങ്കുവെച്ചും അങ്ങനെ ജീവിക്കാൻ നേരത്ത് പെട്ടെന്ന് അഗസ്റ്റിനോട് പറഞ്ഞു, നീ 7 to 10 ഡേറ്റിൽ നീ ഇറങ്ങിപ്പോകും. ആര്? ആത്മാവ് പറയുകയാണ്. ആത്മാവിനോട് പറയുകയാണ് 7 to 10 ജൂലൈ, ഈ മാസം ജൂലൈ 7-നും 10-നും ഇടയ്ക്ക് നീ ഇറങ്ങിപ്പോകും. അപ്പോൾ അഗസ്റ്റിന് ഒരു വാക്ക് പറഞ്ഞു, ഞാൻ ഇറങ്ങിപ്പോകണമൊക്കെ ശരി, എനിക്ക് 2:30 ഇറങ്ങണം, അമ്മയെ പ്രത്യക്ഷപ്പെട്ട 2:30 ഈ മനുഷ്യൻ്റെ തലയിൽ പോയിരിക്കുന്ന സംഭവം കണ്ടില്ലേ? അപ്പോൾ നീ 7-നും 10-നും ഇടയ്ക്ക്, ജൂലൈ 7-ാം തീയതിയും 10-ാം തീയതിക്ക് ഇടയ്ക്ക് നീ ഇറങ്ങിപ്പോകുന്ന പരിശുദ്ധാത്മാ അറിവ് കൊടുക്കുമ്പോൾ അഗസ്റ്റിൻ പറയും, ഞാൻ ഇറങ്ങിപ്പോകണത് ശരി, പക്ഷേ എനിക്ക് പോകേണ്ടത് 2:30 മണിക്കാണ്, അമ്മ പ്രത്യക്ഷപ്പെട്ട 2:30 മണിക്കാണ്. എൻ്റെ മക്കളെ, ഇന്നത്തെ കാലത്ത് ഈ ഉടമ്പടിയുടെ ഒരു ലെവലിൽ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് വേണ്ടി സ്ഥിരീകരണമായിട്ടാണ് ഉടമ്പടി തന്നിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലാൻ കാര്യം. ആ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും അമ്മയുടെ ഈ നിങ്ങളെ കൃപാസനം പത്രം കൊടുത്തിട്ട് പറയണത് എന്താണ്? അമ്മയുടെ പ്രത്യക്ഷീകരണത്തെക്കുറിച്ചാണ് നിങ്ങൾ പറയേണ്ടത്. അതുകൊണ്ട് ആമിനെ പറയണത്, ഞാൻ വന്ന എല്ലാവരോടും മാതാവിനെക്കുറിച്ചും പ്രത്യക്ഷീകരണത്തെക്കുറിച്ചും പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടാണ് ഞാൻ പത്രം കൊടുക്കണമെന്ന് പറയണത്. ഈ മനുഷ്യന്മാരൊക്കെ എന്തെല്ലാം അപകടം പിടിച്ച സ്ഥലങ്ങളിലാണ് കർത്താവിൻ്റെ സുവിശേഷം ചെയ്യണത്. അപ്പോൾ അതുകൊണ്ട് ഇത് കേൾക്കുന്ന എല്ലാവരും എന്തെല്ലാം കേട്ടാലും നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയുണ്ട്. എന്താണ്? അപ്പാ, ഈശോനെപ്പോലെ ഞാൻ പ്രാർത്ഥിക്കുന്നു, അപ്പാ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. അപ്പാ, അമ്മയെപ്പോലെ ഞാൻ പ്രാർത്ഥിക്കുന്നു, ഈശോയുടെ നാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് സുവിശേഷമേകാൻ വേണ്ടി എന്നെ അഭിഷേകം ചെയ്യണമേ. അങ്ങനെ നീ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ നീ ദൈവത്തിൻ്റെ സ്വന്തമായി മാറും. ദൈവത്തിൻ്റെ സ്വന്തമായി മാറിയ ദൈവ പൈതലായി മാറും. ദൈവ പൈതലായി മാറിയാൽ പിന്നെ എല്ലാം നിനക്ക് അവകാശമായി മാറുകയാണ്. അല്ല, നീ ഇപ്പോൾ വേറൊരു വ്യക്തിയായിട്ട് നിൽക്കുന്നിടത്തോളം കാലം ദൈവത്തിന് നിന്നെ സഹായിക്കുന്നതിന് പരിമിതികളുണ്ട്. പക്ഷെ നീ ദൈവത്തിൻ്റെ സ്വന്തം മകനായി മകളായി മാറിഞ്ഞ മക്കളാണെങ്കിൽ ആരാണെന്ന് അവകാശം ശ്രദ്ധിക്കട്ടെ. റോമ 8:17 നാം മക്കളെങ്കിൽ അവകാശികളുമാണ്, ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന്റെ കൂട്ടവകാശികളും. ദൈവത്തിന്റെ നാം മക്കളെങ്കിൽ അവകാശികളാണ്, ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന്റെ കൂട്ടവകാശികളും. ക്രിസ്തുവിന്റെ കൂട്ടവകാശം എന്ന് പറയുമ്പോൾ എന്നാ ഉദ്ദേശിക്കുന്നത്? എന്തെന്നാൽ, അതായത് ക്രിസ്തുവിന്റെ കൂട്ടവകാശികൾ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് അവൻ്റെ കൃപയുടെ കൂട്ടവകാശികളെന്നാണ്. മനസ്സിലായില്ലേ? മക്കളെങ്കിലും അവകാശികളാണ്, ദൈവത്തിൻ്റെ അവകാശികളും പിന്നെ ആരാണ്? ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളും. നമുക്ക് 2 ആനുകൂല്യമാണ് ലഭിക്കുന്നത്. പൈതലെന്ന് പറയുമ്പോൾ ഒരേ സമയം തന്നെ ദൈവത്തിൻ്റെ അവകാശികളും, ദൈവത്തെ അവകാശമായി നിൽക്കിപ്പിക്കാൻ നിത്യതയാണ് ഉദ്ദേശിക്കുന്നത്. ദൈവത്തിൻ്റെ അവകാശം എന്ന് പറയുമ്പോൾ നിത്യതയാണ് ഉദ്ദേശിക്കുന്നത്. ക്രിസ്തുവിൻ്റെ കുട്ടവകാശം എന്ന് പറയുമ്പോൾ കൃപയാണ് ഉദ്ദേശിക്കുന്നത്. എന്താ കാര്യം? അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം പറഞ്ഞേ, അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം കൃപയ്ക്ക് മേൽ കൃപ ലഭിച്ചിരിക്കുന്നു. അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം കൃപയ്ക്ക് മേൽ കൃപ ലഭിച്ചിരിക്കുന്നു. ഈ ക്രിസ്തുവിന്റെ കൂട്ടവകാശികൾ, ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന്റെ കൂട്ടവകാശികൾ. അപ്പോൾ അതെന്താണെന്ന് അച്ഛൻ പറഞ്ഞത്? അത് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം. യോഹന്നാൻ 1:12 തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി. നമുക്ക് ദൈവത്തിന്റെ അവകാശം എന്ന് പറയുമ്പോൾ ഒന്ന് ദൈവമക്കളാകാനുള്ള കഴിവാണ്. അത് നമുക്ക് കിട്ടുന്ന അവകാശം നിത്യതയാണ്. പിന്നെ എന്താ? ക്രിസ്തുവിന്റെ കുട്ടവകാശികൾ എന്ന് പറഞ്ഞിരിക്കുമ്പോൾ എന്താ ലഭിക്കുന്നത്? യോഹന്നാൻ 1:16 ലഭിക്കുന്നത്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്, സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. യോഹന്നാൻ 1:16 അവന്റെ പൂർണ്ണതയിൽ നിന്ന് നാം എല്ലാം കൃപയ്ക്കുമേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു. ഗ്രേസ് അപ്പോൺ ഗ്രേസ്, കൃപയ്ക്ക് മേൽ കൃപ. പ്രൈസ് ദി ലോർഡ്. കൃപയ്ക്ക് മേൽ കൃപ ലഭിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ക്രിസ്തുവിന് കൃപ ലഭിച്ചത് എങ്ങനെയാണ്? ഇതാ ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും മഹത്വപ്പെടുത്തുമെന്ന് പറഞ്ഞത് എന്തിനെക്കുറിച്ചാണ്? ക്രിസ്തുവിൻ്റെ കുരിശാരോഹണത്തെ ദൈവം മഹത്വപ്പെടുത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ക്രിസ്തുവിന് കൃപ ലഭിച്ചത് എങ്ങനെയാണ്? ക്രിസ്തു പാപത്തിന് പരിഹാരമായിട്ട് കുരിശെടുത്തപ്പോഴാണ് ക്രിസ്തു കുരിശുമരണത്തിൽ മഹത്വപ്പെട്ടതെങ്കിൽ ഒരു മനുഷ്യൻ അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം, അവൻ്റെ കുരിശുമരണത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം, അവൻ്റെ കുരിശുമരണം നമ്മുടെ പാപത്തിന് പരിഹാരമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് പാപത്തിന് പരിഹാരം ചെയ്യുന്നവർക്കെല്ലാം, പാപത്തെ വെറുത്തുപേക്ഷിക്കുന്നവർക്കെല്ലാം, അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം കൃപയ്ക്ക് മേൽ കൃപ ലഭിച്ചിരിക്കണമെന്ന് പറയുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് എന്താണ്? അവൻ്റെ കൂട്ടവകാശം എന്ന് പറയുമ്പോൾ എന്താ നമുക്ക് ലഭിക്കുന്നത്? 8:17 പറയുന്ന, റോമായിൽ പറയുന്ന യേശുവിൻ്റെ കൂട്ടവകാശികൾ എന്ന് പറയുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് എന്താണ്? ഈ കൃപയുടെ കൂട്ടവകാശികളാണ്. നമുക്ക് കൃപയാണ് ലഭിക്കുന്നത്. കൃപ എന്ന് പറയുന്നത് എന്താണ്? ദൈവത്തിൻ്റെ ശക്തിയാണ്. ഇപ്പോൾ അഗസ്റ്റിന് കിട്ടിയിരിക്കുന്നത് എന്താണ്? ദൈവത്തിൻ്റെ ശക്തിയാണ്. അഗസ്റ്റിന് കിട്ടിയിരിക്കുന്നത് എന്താണ്? ഈ ജയിലിൽ കിടന്നുകൊണ്ട് ദൈവത്തെ നാമം വിളിക്കാനുള്ള ആത്മശക്തി ലഭിച്ചിരിക്കുകയാണ്. ഈ ആത്മശക്തിയാണ് ശരിക്കും പറഞ്ഞാൽ
നമ്മുടെ അനുഗ്രഹത്തിന്റെ മുകളിലുള്ളത്. അതിന് അറിയണം. എഫേസ്യസ് 3:16 എടുത്ത്. എഫേസ്യസ് 3:16. അവിടുത്തെ മഹത്വത്തിന്റെ പറഞ്ഞേ, അവിടുത്തെ മഹത്വത്തിന്റെ സമ്പന്നതയ്ക്ക് യോജിച്ച വിധം അവിടുന്ന് തന്റെ ആത്മാവിലൂടെ നിങ്ങളുടെ ആന്തരിക മനുഷ്യനെ ശ്രദ്ധിക്കട്ടെ. ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. സ്വർഗീയത്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെട്ട് കഴിയുമ്പോൾ നമുക്ക് ലഭിക്കണ എന്താണ്? ആത്മശക്തിയാണ്. എഫേസ്യസ് 3:16-17 അവിടുത്തെ മഹത്വത്തിന്റെ സമ്പന്നതയ്ക്ക് യോജിച്ച വിധം അവിടുന്ന് തന്റെ ആത്മാവിലൂടെ നിങ്ങളുടെ ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്തണമെന്നും വിശ്വാസം വഴി ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരുവാകി അടിയുറയ്ക്കണം അടിയുറക്കണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. കണ്ടില്ലേ എവിടെയാ ഇത് പോണെന്ന് നോക്കിയേ? സ്നേഹത്തിൽ വേരിപ്പാക്കി. നിങ്ങൾ ക്രിസ്തുവിനെ പ്രതി, ക്രിസ്തുവിനുള്ള സ്നേഹത്തെ പ്രതി നിങ്ങളുടെ സഹോദരങ്ങളെയും ഈ ലോകത്തെ തന്നെ സ്നേഹിക്കുന്നതിലൂടെ എന്താ സംഭവിക്കുന്നത്? ആത്മശക്തിയുടെ അഭിഷേകം ലഭിക്കുകയാണ്. അതുകൊണ്ടാണ് 1 കൊരിന്ത്യർ സ്നേഹം എല്ലാത്തിനും അതിജീവിക്കുന്ന സ്തുതിയുടെ ഹല്ലേലൂയ. 1 കൊരിന്ത്യർ 13:7 സ്നേഹം സകലതും സഹിക്കുന്നു, സ്നേഹം സകലതും സഹിക്കുന്നു, സകലതും വിശ്വസിക്കുന്നു, സകലതും പ്രത്യാശിക്കുന്നു, സകലത്തെയും അതിജീവിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന വിവിധ പ്രതിസന്ധി ഘട്ടങ്ങളെ സ്നേഹത്താൽ അതിജീവിക്കുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം